അപ്പം ഇതിലിപ്പോ ജൽസ എന്ന് പറഞ്ഞൊരു ജൽസ ഫംഗ്ഷൻ എന്ന് ഉണ്ടല്ലോ. പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ എന്റെ ആഹ്. ഞാനൊരു അമ്മയാണ്. ഇപ്പൊ ഏകദേശം എനിക്കൊരു 12 മക്കളുണ്ടായിരുന്നു. ഉം. ആ മക്കളിൽ ഇപ്പൊ എന്റെ കുട്ടി സർജറി ചെയ്ത് ഓഹ്! കിടക്കുകയാണ്. അപ്പൊ അമ്മയുടെ സ്ഥാനം നമുക്കൊരു പെൺകുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പെൺകുഞ്ഞിനെ എങ്ങനെ നമ്മള് ആഹ്. അയക്കാൻ നോക്കും. അല്ലെങ്കിൽ ആ പെണ്ണ് ഒന്ന് വയസ്സറിയിക്കുമ്പോ നമ്മള് അതിനൊരു ആഹ്. ചടങ്ങുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഇതില് ഞങ്ങൾ സർജറിക്ക് പോകുമ്പോ ഒരു പൂജയുണ്ട്. ഞങ്ങൾ സന്തോഷ് മാതയുടെ പൂജ. ആ പൂജ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വരുമ്പോ ഒരു 12ാം തീയതി നടത്തും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഗുരുക്കന്മാരും നായകന്മാരും നമ്മുടെ ആ കുട്ടിയുടെ എന്റെ മകളുടെ ഗുരുബായ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിമാരും അമ്മമാരൊക്കെ ചേർന്നുകൊണ്ട് മഞ്ഞൾ പൂശി ആ ഉം. കൊച്ചിനെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ അവർക്ക് നമ്മൾ മരുന്ന് ഇപ്പൊ ഒരു ആഹ്. നല്ല ആയുർവേദമായ ട്രീറ്റ്മെന്റിൽ കൂടെയാണ് നടത്തുന്ന ഒരു ഉം. കുളിയാണ്. ഉം. അതിനുശേഷം 21ാം തീയതി കഴിഞ്ഞിട്ട് 41ാം ദിവസം നടത്തുന്നതാണ് ജൽസ. ഈ ജൽസയിൽ